ഭർത്താവ് മരിച്ചതിൽ പിന്നെ നിതിനും അതിൻ്റെ ഇളയത് ബേബിയുമായിരുന്നു ആ അമ്മയുടെ ഏക ആശ്രയം. കഷ്ടപ്പെട്ടാണ് ആ അമ്മ ആ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നത്. നിതിന് ചെറിയ ജോലി ഉണ്ടായിരുന്നുവെങ്കിലും വയ്യാത്ത ഇളയ മകന്റെ ചികിത്സയ്ക്ക് അത് മാത്രം മതിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്രായത്തിലും ആ അമ്മ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിരുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് തുണയായിരുന്ന മകന്റെ അപ്രതീക്ഷിത മരണത്തിൽ തളർന്ന അവസ്ഥയിലാണ് ശൈലജ. വണ്ടിക്കൂലിക്ക് നൽകാൻ പണമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൻ മരിക്കില്ലായിരുന്നു. ഇതായിരുന്നു കണ്ണീരൊലിച്ചും വാക്കുകൾ തളർന്നും നിതിന്റെ അമ്മ ശൈലജ പറഞ്ഞത്. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നത് ഒരമ്മയുടെ ആത്മാവിൽ കത്തിയ നിസ്സഹായതയും തകർച്ചയുമായിരുന്നു. ജീവിതം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടൊപ്പം പോരാടിയ ശൈലയ്ക്ക് മകന്റെ ആ ചെറിയ അഭ്യർത്ഥന പോലും നിറവേറ്റാൻ സാധിച്ചില്ലെന്ന വേദനയാണ് ഇന്ന് ആ അമ്മയെ തളർത്തിയിരിക്കുന്നത്. അവൻ ചോദിച്ച പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവനിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ് കരയുകയാണ് ആ അമ്മ. അവരെ ആശ്വസിപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും സാധിച്ചില്ല. തിങ്കളാഴ്ച കോഴിക്കോട്ട് ജോലിക്ക് പോകാനായി ഇരുന്നതാണ് നിതിൻ. അതിനു മുൻപ് അമ്മയോട് ചെറിയൊരു തുക ചോദിച്ചിരുന്നു, യാത്രയ്ക്ക് വേണ്ട പണം. എന്നാൽ ശൈലയുടെ കൈവശം 500 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാത്രാ ചെലവിനും ഭക്ഷണത്തിനും കുറഞ്ഞത് 1000 രൂപയെങ്കിലും ആവശ്യമുണ്ടെന്ന് നിതിൻ പറഞ്ഞപ്പോൾ, നാളെ നോക്കാം മോനെ, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാം എന്നായിരുന്നു അമ്മയുടെ മറുപടി. അതോടെ നിതിൻ യാത്ര ഒരു ദിവസം മാറ്റിവെച്ചു. ബുധനാഴ്ച രാവിലെ പോകാമെന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ തന്നെ തുടർന്നു. പക്ഷേ അന്നവൻ മരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. കല്ലടിക്കോട് മുരുതംകാട് പ്രദേശത്തെ പള്ളിയുടെ സഹായത്തോടെ നിർമ്മിച്ച 3 സെന്റ് സ്ഥലത്തുള്ള ചെറുഭവനത്തിലായിരുന്നു ശൈലിയും 2 മക്കളും ചേർന്ന് ജീവിച്ചിരുന്നത്. അതീവ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടേത്. പുറത്തുനിന്ന് നോക്കിയാൽ അതൊരു സാധാരണ കുടിലായി തോന്നാമെങ്കിലും ആ വീടിനുള്ളിൽ നിറഞ്ഞിരുന്നത് സ്നേഹത്തിന്റെ ചൂടും പരസ്പര ബോധവുമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നിട്ടും ശൈല തന്റെ മക്കൾക്ക് ഒരിക്കലും അവഗണനയുടെ വേദന അറിയിക്കാതെ ജീവിച്ചിരുന്നു. പകലൊക്കെയും ചെറിയ വീട്ടുജോലികൾ ചെയ്തും അയൽവാസികളുടെ സഹായത്തോടും കൂടി ആ കുടുംബം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പക്ഷേ നിതിന്റെ മരണവാർത്തയെത്തിയ ആ നിമിഷം എല്ലാം മാറി. സന്തോഷം നിറഞ്ഞ ആ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ആ അമ്മയുടെയും അനുജന്റെയും കരച്ചിൽ മാത്രമാണ്. നിതിന് കോഴിക്കോട് ചെറിയ ജോലി ഉണ്ടായിരുന്നു. വിദ്യാർത്ഥിയായ ഇളയ മകൻ ബേബി അസ്ഥിയെ ബാധിക്കുന്ന അസുഖത്തിന് ചികിത്സയിലാണ്. മക്കളുടെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് ഐസക് മരിച്ചു. തുടർന്ന് ശൈല കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. ഇളയ മകന്റെ അസുഖവും മൂത്ത മകന് സ്ഥിരം ജോലിയാകാത്തതും കഷ്ടപ്പാട് ഇരട്ടിയാക്കി. ഇടക്കുറിശ്ശിയിലെ ഹോട്ടലിൽ ജോലിക്ക് പോവുകയാണ് ശൈലജ. അതിരാവിലെ 5 കിലോമീറ്റർ നടന്നാണ് ശൈല ജോലിക്കായി ഇടക്കുറിശ്ശിയിലെത്തിയിരുന്നത്. വൈകിട്ട് കോളേജ് വിട്ടുവരുന്ന മകനോടൊപ്പം നടന്നു വീട്ടിലേക്ക് പോകും. മകന്റെ മരണം നടന്ന ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ശൈല മകന്റെ ദാരുണാന്ത്യത്തെക്കുറിച്ച് അറിയുന്നത്. മകനും കൊലപ്പെടുത്തിയ ബിനുവും തമ്മിൽ സൗഹൃദവും തർക്കവുമില്ലായിരുന്നുവെന്നാണ് ശൈല പറയുന്നത്. 2 മരണങ്ങളിലേക്കും നയിച്ച കാരണങ്ങളെക്കുറിച്ച് ഇവർക്കും വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. മൂത്ത മകന്റെ മരണത്തോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ശൈലയും ഇളയ മകനും. ശൈല ജോലിക്ക് പോയില്ലെങ്കിൽ വേറെ വരുമാനമൊന്നുമില്ല. കൊലപാതകം നടന്നതിനാൽ വീട് അടച്ചിരിക്കുകയാണ്. കുറച്ചു മാറി അയൽവാസിയുടെ വീട്ടിലാണ് ശൈലിയും മകനും ഇപ്പോൾ ഉള്ളത്. വീട് പോലീസ് തുറന്നു നൽകുന്നതോടെ അങ്ങോട്ടേക്ക് മാറാനാകും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.